വ്യവസ്ഥകൾ അവർ നിശ്ചയിക്കും. ചിലതിൽ ഫണ്ടിങ്ങിനും ചിലതിലല്ല മിക്കവാറും എല്ലാത്തിനും ബ്രാൻഡിങ്ങും നിർബന്ധം. ആരുടെ? കേന്ദ്രത്തിൻ്റെ ബ്രാൻഡിങ്ങും. ഇപ്പോൾ സംസ്ഥാന അവകാശങ്ങൾക്ക് നേരെ നടത്തുന്ന നഗ്നമായിട്ടുള്ള കടന്നാക്രമണത്തിൻ്റെ, ഒരു മര്യാദയുമില്ലാത്ത കടന്നാക്രമണത്തിൻ്റെ മറ്റൊരു ഉദാഹരണം കൂടിയാണിത്. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് 1600 കോടി രൂപയുടെ അധിക ബാധ്യത നമുക്ക് വരും. പിന്നെ ഈ നിയമത്തിൽ, ഒറിജിനൽ നിയമത്തിൽ, മൂലനിയമത്തിൽ തൊഴിൽ നൽകാൻ കഴിയാത്ത സാഹചര്യത്തിൽ അലവൻസും വൈകുന്നതിൽ, വേതനം കൊടുക്കാൻ വൈകിയാൽ നഷ്ടപരിഹാരത്തിനും വ്യവസ്ഥയുണ്ട്. ഇനി മുതൽ അത് സംസ്ഥാനം ചെയ്യണമെന്നാണ്. കേന്ദ്രം നടപ്പാക്കുന്ന പദ്ധതിയിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ വന്നാൽ നഷ്ടപരിഹാരം കൊടുക്കേണ്ടത് സംസ്ഥാനത്തിൻ്റെ ഉത്തരവാദിത്തമാക്കി മാറ്റുന്നു. ഇപ്പോൾ തന്നെ നമുക്ക് 826.9 കോടി രൂപ കുടിശ്ശികയാണ്. 826.9 കോടി രൂപ. 426.7 കോടി കുടിശ്ശികയുള്ളത് അവിദഗ്ധ വേതനത്തിലാണ്. 264 കോടി കുടിശ്ശികയുള്ളത് മെറ്റീരിയൽ ഇനത്തിലാണ്. അതുപോലെ 48.9 കോടി വിദഗ്ധ വേതനത്തിലാണ് കുടിശ്ശികയുള്ളത്. 826.9 കോടിയാണ് നിലവിൽ കുടിശ്ശിക. അപ്പം ഈ കുടിശ്ശിക വരുത്തുന്നതും ബോധപൂർവമാണ്. കാരണം വേതനം കുടിശ്ശികയാക്കി വെച്ചാൽ ആളുകൾക്ക് ജോലി എടുത്തിട്ട്, ഇത് പകലന്തിയോളം പൊരിവെയിലത്ത് പണിയെടുക്കുകയാണല്ലോ. പ്രായം ചെന്നവരും സ്ത്രീകളാണ് മഹാഭൂരിപക്ഷം. ഇതിൽ ജോലിയെടുക്കുന്നവരിൽ മഹാഭൂരിപക്ഷവും സ്ത്രീകളാണ്. പാർത്ഥത്തിൽ ഇത് സ്ത്രീകൾക്കെതിരായിട്ടുള്ള ഒരാക്രമണം കൂടിയാണ്. കാരണം കേരളത്തിലൊക്കെ 90% സ്ത്രീകളാണ്. അവരുടെ ഒരു ഏക ഉപജീവന മാർഗമാണിത്. അപ്പോൾ സ്ത്രീവിരുദ്ധമായ ആക്രമണം കൂടിയാണ് ഇത്. വേതനം വൈകിക്കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താ? പിന്നെ ഇവർ ഈ പദ്ധതികൾ തുടർന്ന് നടപ്പാക്കാൻ, തൊഴിലുറപ്പ് പദ്ധതിയിലെ പ്രവൃത്തികൾ പിന്നെ നടപ്പാക്കാൻ പറ്റാത്ത സ്ഥിതി വരും. അപ്പം അതിനെ സ്വാഭാവികമായിട്ട് കൊല്ലുക എന്ന ഉദ്ദേശത്തോടെയാണ് നിരന്തരമായിട്ട് കുടിശ്ശിക വരുത്തിയത് വേതനത്തിൽ. 826 കോടി ഇപ്പോൾ വരുത്തി. ഓരോ സന്ദർഭത്തിലും ശരാശരി 700-750 കോടി കുടിശ്ശിക നിലനിർത്തിക്കൊണ്ടേയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഫണ്ടിങ് പാറ്റേണിൽ മാത്രമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട വ്യവസ്ഥ, കാർഷിക സീസണുകളിൽ പ്രവൃത്തി നടത്തരുത് എന്ന് ബില്ലിൽ വ്യവസ്ഥ ചെയ്തിരിക്കുകയാണ്. ഇന്ത്യയിൽ ചിലയിടത്തൊക്കെ 3 സീസൺ വരെയുണ്ട്, 3 വിള വരെയുണ്ട്. ഫലത്തിൽ തൊഴിലുറപ്പ് പദ്ധതി നടത്തരുത് എന്ന് പറയുന്നതിന് തുല്യമാണ് കാർഷിക സീസണിൽ പ്രവൃത്തി നടത്തരുത് എന്ന് പറയുന്നത്. 60 ദിവസം വരെ ഇങ്ങനെ തൊഴിൽ ഒഴിവാക്കാം എന്ന നിർദ്ദേശം ബില്ലിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. 60 ദിവസം വരെ. കേന്ദ്ര ഗവൺമെൻറ് പറയുന്നത് ബില്ലിൽ ഒരു കണ്ണിൽ പൊടിയിടുന്ന വ്യവസ്ഥ കൊണ്ടുവന്നിട്ടുണ്ട്. കേട്ടാൽ കൊള്ളാമല്ലോ എന്ന് തോന്നും. 100-ൽ നിന്ന് 125 തൊഴിൽ ദിനങ്ങൾ ഉയർത്തും എന്നാണ്. പക്ഷെ എവിടെ ഉയർത്തുന്നതാണ്? കേന്ദ്ര സർക്കാർ നോട്ടിഫൈ ചെയ്യുന്ന ഗ്രാമീണ മേഖലകളിൽ 125 ഉയർത്താം എന്നാണ്. നോട്ടിഫൈ ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? കേന്ദ്ര ഗവൺമെൻറ്റിനാണ്. പക്ഷേ ആ ബില്ലിൽ തന്നെ സെക്ഷൻ 5(1) പറയുന്നുണ്ട്, സംസ്ഥാനത്തെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളും നോട്ടിഫൈ ചെയ്യപ്പെടണമെന്നില്ല. കേരളത്തിലൊക്കെ പല ഗ്രാമപഞ്ചായത്തുകൾക്കും നഗര സ്വഭാവമൊക്കെ ഉള്ളതുകൊണ്ട് വലിയ തോതിൽ നോട്ടിഫൈ ചെയ്യപ്പെടാതെ പോകും. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ പഞ്ചസാരയിൽ പുരട്ടിയൊരു വിഷമാണ് ഈ വ്യവസ്ഥ. 125 ആക്കും എന്ന് കാണുമ്പോൾ ഇത് കൊള്ളാം എന്ന് തോന്നും. പക്ഷേ നോട്ടിഫൈ ചെയ്യാനുള്ള അധികാരം കേന്ദ്രത്തിനാണ്. മാത്രമല്ല എല്ലാം നോട്ടിഫൈ ചെയ്യണമെന്നില്ല എന്നും ബില്ലിലുണ്ട്. അപ്പോൾ വളരെ കുറച്ചെണ്ണം നോട്ടിഫൈ ചെയ്ത് എണ്ണം പരിമിതപ്പെടുത്താനുള്ള നീക്കം കൂടിയാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ തന്നെ ആധാർ ബേസ്ഡ് പേയ്മെൻറ്റ് സിസ്റ്റം ഉണ്ട്, ABPMS. അത് സംബന്ധിച്ച ആശങ്ക കേരളം അറിയിച്ചതാണ്. ഇപ്പോൾ വിദൂര തൊഴിലിടങ്ങൾ, ആദിവാസി മേഖല, ഇത് ആദിവാസി മേഖലയൊക്കെയാണ് ഏറ്റവും കൂടുതലായിട്ട് തൊഴിലുറപ്പ് പദ്ധതി നടപ്പാക്കുന്നത്. കേരളമാണെങ്കിൽ ഇന്ത്യയിൽ ആദ്യമായി സ്വന്തം നിലയിൽ ട്രൈബൽ പ്ലസ് നടപ്പാക്കിയ സംസ്ഥാനമാണ്. 100 ദിവസം അധിക തൊഴിൽ ദിനം ആദിവാസി മേഖലകളിൽ നൽകിയ ട്രൈബൽ പ്ലസ് നടപ്പാക്കിയിട്ടുള്ള സംസ്ഥാനമാണ് കേരളം. LDF ഗവൺമെൻറ്റാണ് അത് ചെയ്തത്. ഇവിടെ ഇത്തരം സ്ഥലങ്ങളിലൊക്കെ
ഈ നെറ്റ്വർക്ക് ഇല്ലാത്തത് കൊണ്ടും ഒക്കെ പിന്നെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സാങ്കേതിക പരിജ്ഞാനമില്ലായ്മ കൊണ്ടൊക്കെ ഈ ആധാർ ബേസ്ഡ് പേയ്മെൻറ്റ് സിസ്റ്റം ഫലപ്രദമായിട്ട് വരില്ല. അപ്പം എന്ത് ചെയ്യും? എടുത്ത പണിക്ക് കൂലി കിട്ടില്ല. ഇപ്പം നമ്മളെ ഈ എതിർപ്പ് നേരത്തെ തന്നെ അറിയിച്ചതാണ്. അപ്പം ഇതെല്ലാം കാണുന്നത് അറിയോ, ഇപ്പം പെട്ടെന്ന് ഈ നിയമം കൊണ്ടുവരുന്നതിലൂടെ മാത്രമല്ല, അതിനു മുമ്പ് എല്ലാ നിലയിലും ഇതിനെ ദുർബലപ്പെടുത്താൻ, വെള്ളം ചേർക്കാൻ നിരന്തരമായി ആസൂത്രിതമായി ശ്രമിച്ച് അതിനൊടുവിലാണ് ഇപ്പോൾ ഈ നിയമം വരുന്നത്. ABPMS ഇതില്ലാതാക്കാനുള്ള ശ്രമമായിരുന്നു. തുടർച്ചയായി നൂറുകണക്കിന് കോടി രൂപ, ഇന്ത്യയിലാകെ നോക്കി ആയിരക്കണക്കിന് കോടി രൂപ കൂലി കുടിശ്ശിക വരുത്തിയത് ഇനി ആരും ഈ പണിക്ക് വരരുത് എന്ന് ഉറപ്പാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അതുപോലെ മറ്റ് പല വ്യവസ്ഥകളും കൊണ്ടുവന്നത് ഈ പദ്ധതിയെ ദുർബലപ്പെടുത്താൻ വേണ്ടിയിട്ടായിരുന്നു. വിഹിതം വെട്ടിക്കുറച്ചത് ഇപ്പം നമ്മുടെ മുമ്പിൽ കണക്കുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്, മോദി ഗവൺമെൻറ് വന്ന ശേഷം കഴിഞ്ഞ 5 വർഷത്തെ മാത്രം ഞാൻ പറയാം. 10 വർഷത്തെ പറയുമ്പോൾ കുറേ അധികം പറയേണ്ടി വരും. 2020-21 385.67 കോടി തൊഴിൽ ദിനമായിരുന്നു. 2021-22 ആയപ്പോൾ 337.76 കോടിയായി. 2022-23 വീണ്ടും ഗണ്യമായി കുറച്ച് 285.33 കോടിയായി. 2024-25 286 അവിടെ തന്നെ നിന്നു. 2025-26 നമ്മൾ നോക്കണം. അത് അല്ല 210.47 കോടിയാണ്. 210 എന്ന് പറഞ്ഞാൽ 2020-21 385 കോടി തൊഴിൽ ദിനം അനുവദിച്ചത് 25-26 ആയപ്പോൾ 210 കോടിയായി. ഇതാ ഞാൻ പറഞ്ഞത്, ആസൂത്രിതമായിട്ട് ഇതിനെ ഇല്ലാതാക്കാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളത്. അത് പൂർത്തിയാക്കാനാണ് ഈ ബില്ല് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഒരുപാട് ദ്രോഹകരമായ വ്യവസ്ഥകൾ ഇതിലടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ പദ്ധതി നിർവഹണത്തെ സംബന്ധിച്ചിട്ടുള്ള പരാതികളിൽ പ്രാഥമിക വീഴ്ച കണ്ടെത്തിയാൽ ഫണ്ട് തടയാനുള്ള കാരണമാക്കും എന്നാണ്. നേരത്തെ എങ്ങനെയാ വെച്ചാൽ വേതനം തടസ്സപ്പെടുത്തില്ല, വേതനം കൊടുത്ത ശേഷമേ ബാക്കി കാര്യങ്ങൾ സ്വീകരിക്കൂ. ഇപ്പോൾ ഫണ്ട് തടയുന്ന പറഞ്ഞാൽ വേതനം തടസ്സപ്പെടുത്തും. അപ്പോൾ പിന്നെ ആൾ വരാണ്ടാവുമല്ലോ. പിന്നെ ഗ്രാമപഞ്ചായത്തുകളെ ABC എന്ന് ക്ലാസിഫൈ ചെയ്യുമെന്ന് സെക്ഷൻ 4.4 പറയുന്നുണ്ട്. അപ്പോൾ അനുസൃതമായിട്ടാണ് പദ്ധതി തയ്യാറാക്കേണ്ടത് എന്നാണ് പറയുന്നത്. അപ്പോൾ ക്ലാസിഫിക്കേഷൻ വീണ്ടും പരിമിതപ്പെടുത്തൽ വരികയാണ്. ഇങ്ങനെയുള്ള ധാരാളം ദ്രോഹകരമായിട്ടുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയിട്ട് ഫലത്തിൽ ഇത് ഈ ആജീവിക ബില്ലല്ല, അന്ത്യം കുറിക്കുന്ന ബില്ലാണ്. തൊഴിലുറപ്പ് പദ്ധതിക്ക് അന്ത്യം കുറിക്കുന്ന തൊഴിലുറപ്പ് പദ്ധതിയിൽ മാറ്റം കൊണ്ടുവരാനുള്ള കേന്ദ്ര ശ്രമങ്ങൾക്കെതിരെ ഉള്ള വിമർശനങ്ങളാണ് ഇപ്പോൾ മന്ത്രി MP രാജേഷ് മാധ്യമങ്ങളുമായി പങ്കുവച്ചത്. ഇത് സ്ത്രീ വിരുദ്ധമായ നടപടികളിലേക്കാണ് കടക്കുന്നതെന്ന അടക്കമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം അവിടെ വ്യക്തമാക്കുന്നത്.